Hello, good morning all. Welcome to today's session. Last class we studied about fitting methods to find out coefficient of consolidation CV. The fitting methods were square root of time method and logarithm of time method. And we also discussed about the comparison of two methods. Today we'll be discussing on the compression ratios. There are three compression ratios: initial, primary and secondary compression ratios. Initial compression ratio means it is the ratio of initial compression to the total compression. Primary compression ratio means it is the ratio of primary compression to the total compression, and secondary compression means secondary compression to the total compression. To represent them in ratios, we use the gauge readings. Okay. The initial compression ratio is expressed in Ri equal to R0 minus Rc divided by R0 minus Rf. Okay. What is Ro? Ro is the initial reading. Rc is the corrected gauge reading. Rf is the final gauge reading. Okay. So R0 minus Rc is the initial compression and R0 minus Rf is the total compression. So Ri equal to initial compression divided by total compression. Okay. So നമ്മൾ primary compression ratio നോക്കുമ്പോൾ എങ്ങനെയായിരിക്കും? Rp equal to initial compression പകരം എന്താ? Primary compression. അപ്പം Rc minus R100 വരെ അല്ലേ എന്ത് വരുന്നത്? പ്രൈമറി കംപ്രഷൻ വരുന്നത്. R100 തൊട്ട് പിന്നെ Rf വരെയും സെക്കൻഡറി കംപ്രഷനാണ്. ഡിവൈഡ് ബൈ എന്ത് വരും? R0 മൈനസ് Rf. ഇനി അടുത്തത് സെക്കൻഡറി കംപ്രഷൻ റേഷ്യോ എന്തായിരിക്കും? Rs, സ്മോൾ Rs ഈക്വൽ ടു R100 മൈനസ് Rf ഡിവൈഡ് ബൈ R0 മൈനസ് Rf. Okay. So these are our compression ratios. Next we are going to look pre-consolidation pressure. എന്താണ് pre-consolidation pressure? ഇപ്പോൾ ഇവിടെ ഒരു ഗ്രാഫ് നമുക്ക് കാണാം. It is plotted with log sigma in x-axis and E on y-axis, where sigma dash is the effective overburden pressure and E is the void ratio. Okay. ഇത് നമ്മുടെ മറ്റേ സാധാ ഗ്രാഫ് തന്നെയാണ്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ ഗ്രാഫ് തന്നെയാണിത്. ഇതിനകത്തുനിന്ന് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ എങ്ങനെയാണ് കണ്ടുപിടിച്ചിരിക്കുന്നതെന്നാണ് ഈ ഗ്രാഫിൽ കാണിച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് ഞാൻ പറയാം. എന്താണ് പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ? The maximum pressure to which an over consolidated soil had been subjected in the past is known as pre consolidation pressure or over consolidation pressure. Sigma dash C എന്നാണ് അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. എന്താണ് ഓവർ കൺസോൾട്ടേഷൻ അല്ലെങ്കിൽ പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ? ഞാൻ പറഞ്ഞായിരുന്നു നേരത്തെ ഓവർ കൺസോൾട്ടേറ്റഡ് സോയിൽ പറഞ്ഞായിരുന്നു പഴയ ഒരു പ്രഷർ, പക്ഷെ അത് ഏറ്റവും മാക്സിമം ആയിരിക്കും. ഇപ്പോൾ കൊടുക്കുന്ന പ്രഷറിനെക്കാട്ടി കൊടുത്തൊരു പ്രഷർ, പാസ്റ്റിൽ കൊടുത്തൊരു പ്രഷർ, അത് എപ്പോഴാണോ മാക്സിമം ആവുന്നത് ആ മാക്സിമം പ്രഷറിനെ പറയുന്ന പേരാണ് ഓവർ കൺസോൾട്ടേഷൻ പ്രഷർ അല്ലെങ്കിൽ പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ സിഗ്മ സി ഡാഷ് ആണ്. ഓക്കെ. അപ്പോൾ അത് നമ്മൾ എങ്ങനെ ഒരു കർവി നമ്മുടെ വോയിഡ് റേഷ്യോ സിഗ്മ ഗ്രാഫിലെ കർവിൽ കൂടെ നമ്മൾ എങ്ങനെ പ്രീ കൺസോൾട്ടേഷൻ പ്രഷർ കണ്ടുപിടിക്കും എന്നുള്ളതാണ് ഈ ഒരു കർവിൽ നമ്മൾ കാണാൻ പോകുന്നത്. ഇത് പുട്ട് ഫോർവേഡ് ചെയ്തത് കസഗ്രാൻഡെ തന്നെയാണ്. ലോഗറിതമിക് ടൈം മെത്തേഡും പറഞ്ഞത്. ഓക്കെ. അപ്പോൾ നമ്മൾ ശരിക്കും നമ്മുടെ ഒരു കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കർവ് ഒരിക്കലും നമ്മൾ ശരിക്കും തിയറട്ടിക്കലി പറയുന്ന പോലെ ഇങ്ങനെ തന്നെ വരത്തില്ല. അതായത് തുടക്കത്തിലൊരു കർവി നേച്ചർ വരത്തില്ല. പകരം ഒരു ഹൊറിസോണ്ടൽ സ്ട്രെയിറ്റ് ലൈൻ പോർഷൻ ആയിരിക്കും മിക്കവാറും നമ്മുടെ കർവിൽ ആക്ച്വലി വരേണ്ടത്. പക്ഷെ നമ്മൾ തിയറട്ടിക്കൽ കേസിൽ ഇങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. പക്ഷേ ശരിക്കും ആക്ച്വലി എങ്ങനെയല്ല വരേണ്ടത്, ഹൊറിസോണ്ടലിയാണ് വരുന്നത്. ഇപ്പം ഫിഗറിൽ കാണിച്ചിരിക്കുന്ന പോലെയാണ് ശരിക്കും വരേണ്ടത്. ഓക്കെ.
ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ കണ്ടുപിടിക്കുന്നു വെച്ചാൽ ഇതിൽ ഈ കേർവിൽ നമ്മൾ ഇതിൽ ഇ എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. ഇ എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത് നമ്മുടെ രണ്ട് സ്ട്രെയിറ്റ് പോർഷൻസ് തമ്മിലുള്ള ഒരു ടേണിങ്, ആ ട്രാൻസിഷൻ കർവിൻ്റെ സെൻറ്റർ ആയിരിക്കും ഇ എന്ന് പറയുന്നത്. ഇവിടെ ഒരു ഹൊറിസോണ്ടൽ പോർഷനും ഉണ്ട്, സ്ട്രെയിറ്റ് ലൈൻ പോർഷനുണ്ട്, ഇവിടെ ഒരു സ്ലാൻഡിങ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ പോർഷനുണ്ട്. ഇതിൻ്റെ ഇടയ്ക്കാണ് ട്രാൻസിഷൻ വരുന്നത്, അതായത് ട്രാൻസിഷൻ കർവ് വരുന്നത്. അതായത് മിനിമം റേഡിയസ് വരുന്ന മാക്സിമം കർവി ആയിട്ടുള്ള ഏരിയ ആണ് ട്രാൻസിഷൻ റീജിയൻ. അവിടുത്തെ ഏറ്റവും മിനിമം റേഡിയസ് വരുന്ന ആ പോയിന്റ് എടുക്കുക, ആ പോയിന്റ് ആയിരിക്കും എന്ത്, ഇ എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ ഇ എന്ന പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു. എന്നിട്ട് അതായത് ഇ എന്ന പോയിന്റ് മാക്സിമം കർവേച്ചർ വരുന്ന പോയിന്റും അതായത് മിനിമം റേഡിയസ് വരുന്ന ഒരു പോയിന്റും ആയിരിക്കും ഇ എന്ന് പറയുന്നത്. മാക്സിമം കർവേച്ചർ വരുന്നിടത്തായിരിക്കും മിനിമം റേഡിയസ് വരുന്നത്. ഓക്കെ, ആ ഇന്ന് നമ്മളൊരു ടാൻജൻറ്റ് വരച്ചു. ഇന്ന് ഒരു ടാൻജൻറ്റ് വരച്ചു, അതാണ് ഈ ടാൻജൻറ്റ്. ഓക്കെ, അതിനുശേഷം നമ്മൾ എ ബി എന്ന് പറയുന്ന ലൈനിനെ നമ്മൾ ഹൊറിസോണ്ടലായിട്ട് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇത് രണ്ട് ലൈൻ വന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ എച്ച് എന്ന് പറഞ്ഞ ഒരു ലൈൻ, ഇതിന് ഇ എച്ച് എന്ന് കൊടുക്കുക. ഇ എച്ച് എന്ന് പറഞ്ഞ ഒരു ലൈന് നമുക്കിതിൻ്റെ ആംഗിൾ ബൈസെക്ടറായിട്ട് വരയ്ക്കാം. ഇ എച്ച് എന്ന് പറഞ്ഞ ഒരു ലൈനും നമ്മൾ വരച്ചു. ഓക്കെ, സോ ഇപ്പോൾ ശ്രദ്ധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം എ ബി എന്ന ആ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിലെ ആ സ്ട്രെയിറ്റ് പോർഷൻ, ആ ഹൊറിസോണ്ടൽ പോർഷൻ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് വരച്ച ആ ഹൊറിസോണ്ടൽ ലൈന്, പിന്നെ ഇ എന്ന് പറഞ്ഞ പോർഷൻ ഒരു പോയിന്റ് നമ്മൾ കണ്ടുപിടിച്ചു, ഏറ്റവും കർവി ആയിട്ടുള്ള പോയിന്റ്, അവിടെ നിന്നൊരു ടാൻജൻറ്റ് വരച്ചു, ആ ടാൻജൻറ്റ്, പിന്നെ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയ്ക്കൂടെ നമ്മൾ അതിൻ്റെ ആംഗിൾ ബൈസെക്ടറും വരച്ചു. ഓക്കെ, ആ വരച്ച ആംഗിൾ ബൈസെക്ടറാണ് ഈ കാണുന്നത്. ഓക്കെ, എന്നിട്ട് നമ്മൾ ഈ ഒരു സ്ട്രെയിറ്റ് പോർഷൻ ബാക്ക് ടാൻജൻറ്റ് വരച്ചു. ബാക്ക് ടാൻജൻറ്റ് പോയിട്ട് തട്ടിയത് ഈ ഒരു പോയിന്റിലാണ് തട്ടിയത്. ഓക്കെ, ആ പോയിന്റാണ് നമ്മുടെ മാക്സിമം പ്രീ കൺസോളിഡേഷൻ പ്രഷർ കിട്ടുന്ന പോയിന്റ്. ആ പോയിന്റിനെ നമ്മൾ താഴോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത് എക്സ് ആക്സിൽ വന്ന് ടച്ച് ചെയ്യും. ആ ടച്ച് ചെയ്യുന്ന പോയിന്റിലെ പ്രഷർ ആയിരിക്കും എന്ത്, സിഗ്മ സി ഡാഷ്. ഓക്കെ, ഇത്രേ ഉള്ളൂ. So that point is known as that point is called the maximum over consolidation pressure or the pre-consolidation pressure. Okay, അവിടെ കിട്ടുന്നതാണ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ എന്ന് പറഞ്ഞ പ്രഷർ. ഓക്കെ, ഇനി നമുക്ക് കോസസ് ഓഫ് പ്രീ കൺസോളിഡേഷൻ പ്രഷർ പറയാം. എങ്ങനെയായിരിക്കും ഒരു സോയിലിൽ പ്രീ കൺസോളിഡേഷൻ പ്രഷർ വരുന്നത്? അതായത് പാസ്റ്റിൽ ഒരു ലോഡ് വരണം സോയിലിൽ. നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു സോയിലിൽ മുൻപ് ഇതിനെക്കാട്ടി വലിയൊരു ലോഡ് വന്നിട്ടുണ്ടെങ്കിൽ, വലിയൊരു പ്രഷർ വന്നിട്ടുണ്ടെങ്കിൽ, ആ പ്രഷർ എന്ന് പറയുന്ന പേരാണല്ലോ, ആ മാക്സിമം പ്രഷർ എന്ന് പറയുന്ന പേരാണല്ലോ പ്രീ കൺസോളിഡേഷൻ പ്രഷർ. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കേസ് വരണമല്ലോ പ്രീ കൺസോളിഡേഷൻ ഉണ്ടാവണമെങ്കിൽ. സോ അതിനുണ്ടാവേണ്ട ഒരുപാട് റീസൺസ് ഉണ്ട്, കോസസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ഈസ് ദ പ്രീ കൺസോളിഡേഷൻ മേ ബി ഡ്യൂ ടു ഓവർ ബർഡൻ വിച്ച് ഹാഡ് ബീൻ ലേറ്റർ റിമൂവ്ഡ് ബൈ ഇറോഷൻ. അതായത് ആദ്യം ഒരു ഓവർ ബർഡൻ സോയിലായിരിക്കും, ചിലപ്പോൾ അതൊരു കുറേ മണ്ണ് കൂട്ടിയിട്ടതായിരിക്കും, അല്ലെങ്കിൽ കുറേ പാറ കഷ്ണമായിരിക്കും സോയിലിൻ്റെ മുകളിൽ കിടക്കുന്നത്. അത് പിന്നെ ഇറോഷൻ വഴി മൂവ് ചെയ്ത് കഴിയുമ്പോൾ ആ പ്രഷർ മാറും, പ്രസൻറ്റ് പ്രഷർ വരും. ഓക്കെ, അങ്ങനെ ഒരു പ്രീ കൺസോളിഡേഷൻ ഉണ്ടാവാം. അല്ലെങ്കിൽ മുൻപ് ഏതെങ്കിലും ഒരു സ്ട്രക്ചറോ ബിൽഡിങ്സോ ഉണ്ടായിരുന്നു, അതിപ്പോൾ ഡിമോളിഷ് ചെയ്തു എങ്കിൽ നമുക്ക് പറയാം അതിന് നേരത്തെ ഒരു പ്രീ കൺസോളിഡേഷൻ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ പ്രഷർ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ മെൽറ്റിംഗ് ഓഫ് ഗ്ലേസിയേഴ്സ് കാരണമായിരിക്കും. ഗ്ലേസിയേഴ്സ് മെൽറ്റ് ചെയ്ത് പോയിട്ട്, അതായത് സോയിൽ ഡെപ്പോസിറ്റിൻ്റെ മേളിൽ ഗ്ലേസിയേഴ്സ് ഉണ്ടായിരുന്നു, പിന്നെ അത് മെൽറ്റ് ചെയ്ത് പോയി. അപ്പം അങ്ങനെ ഒരു പ്രീ കൺസോളിഡേഷൻ പ്രഷർ ഉണ്ടാവാം. അല്ലെങ്കിൽ കാപ്പിലറി പ്രഷർ വഴി വരാം. അങ്ങനെ ഒരുപാട്, അല്ലെങ്കിൽ ഡൗൺവേർഡ് സീപ്പേജ് കാരണം വരാം. അപ്പോൾ ഇങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ട് ഈ പ്രഷർ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സോ ദീസ് ആർ ദ കോസസ് ഓഫ് പ്രീ കൺസോളിഡേഷൻ. It can be due to overburden removed by erosion, demolished structures, melting of glaciers, desiccation of clay deposits, downward seepage forces, tectonic forces, capillary forces. ഓക്കെ, ഇത്രയും കാരണങ്ങൾ കൊണ്ടാണ് മെയിനായിട്ട്
പ്രീ കൺസോൾട്ടേഷൻ ഉണ്ടാകാനുള്ള സാധ്യതകൾ. ഇനി നമ്മൾ പറയാൻ പോകുന്ന പോർഷനാണ് നമ്മുടെ കൺസോൾട്ടേഷൻ എന്ന ടോപ്പിക്കിലെ ഏറ്റവും ലാസ്റ്റ് പോർഷനാണ്. ഓക്കെ, ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് നോർമലി കൺസോൾട്ടേറ്റഡ് ക്ലേ. അതായത് ഫൈനൽ സെറ്റിൽമെൻറ്റിന് ഇക്വേഷൻ ഉണ്ട്, അതാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. സോ ഫൈനൽ സെറ്റിൽമെൻറ്റ് ഓഫ് എ സോയിൽ ഡെപ്പോസിറ്റ് ഇൻ ദ ഫീൽഡ്. നമുക്കത് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫൈനൽ സെറ്റിൽമെൻറ്റും ഡിറ്റർമിനേഷൻ ഓഫ് ടൈം റേറ്റ് ഓഫ് സെറ്റിൽമെൻറ്റും. ഇങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. അതിൽ ഫൈനൽ സെറ്റിൽമെൻറ്റ് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും. അതായത് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ച് യൂസ് ചെയ്തും അതുപോലെ തന്നെ വോയിഡ് റേഷ്യോ യൂസ് ചെയ്തും. അങ്ങനെ രണ്ട് രീതിയിലാണ് നമ്മൾ ഫൈനൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഫൈനൽ സെറ്റിൽമെൻറ്റ് നമുക്ക് രണ്ട് രീതി കണ്ടുപിടിക്കാമല്ലോ. ഒന്നെന്ന് പറഞ്ഞാൽ കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ചും അത് വെച്ചിട്ടും, പിന്നെ മറ്റേതെന്ന് പറഞ്ഞാൽ വോയിഡ് റേഷ്യോ യൂസ് ചെയ്തും. നമുക്ക് വോയിഡ് റേഷ്യോ യൂസ് ചെയ്ത് നോർമലി കൺസോൾട്ടേറ്റഡ് ക്ലേയുടെ ഫൈനൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്നത് മാത്രമേ സിലബസിൽ പറഞ്ഞിട്ടുള്ളൂ. സോ നമുക്ക് അത് മാത്രം കാര്യമായിട്ട് പഠിച്ചാൽ മതി. നമ്മുടെ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ യൂസിങ് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ച് ആണ്. അപ്പോൾ അതിലെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അത് ജസ്റ്റ് ഒന്ന് പറയാം. അതിലെന്താണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മളൊരു ലെയർ എടുക്കും. ലെയറിന് ഇടയ്ക്ക് ഒരു സ്ട്രിപ്പ് നമ്മൾ കൺസിഡർ ചെയ്യും. സോയിലിൻ്റെ ഒരു ലെയർ എടുക്കും, അതിൻ്റെ ഇടയ്ക്ക് ഒരു സോയിൽ സ്ട്രിപ്പ് കൺസിഡർ ചെയ്യും. അതിൻ്റെ തിക്നെസ് എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഇസഡ് ആയിട്ട് എടുക്കും. ഇവിടെ വരെയുള്ള ഇത് തിക്നെസ് ഇസഡ് ആയിട്ടും ടോട്ടൽ തിക്നെസ് ഓഫ് ദ സോയിൽ, ഹൈറ്റ് ഓഫ് ദ സോയിൽ H0 ആയിട്ട് എടുക്കും. എന്നിട്ട് നമുക്ക് നേരത്തെ കണ്ടുപിടിച്ചൊരു ഇക്വേഷൻ ഉണ്ട്, ഡെൽറ്റ H ഈക്വൽ ടു MV H0 ഡെൽറ്റ സിഗ്മ എന്ന് പറയുന്ന ഇക്വേഷൻ ഉണ്ട്. ഓക്കെ, അതിനെ ഡെൽറ്റ എച്ചിന് പകരം നമ്മൾ ഡെൽറ്റ SF എന്ന് കൊടുക്കും. കാരണം H എന്ന് പറയുന്നത് ഹൈറ്റാണ്, SF എന്ന് പറഞ്ഞാൽ ഫൈനൽ സെറ്റിൽമെൻ്റ് ആണ്. അപ്പോൾ ഡെൽറ്റ SF ഈസ് ഈക്വൽ ടു MV, ഈ ഡെൽറ്റ എച്ചിന് പകരം H0 പകരം ഡെൽറ്റ ഇസഡ് കൊടുക്കും, ഡെൽറ്റ SZ ഡെൽറ്റ സിഗ്മ ഡാഷ് എന്നാണ്. ഓക്കെ, ഇതിനകത്ത് ഡെൽറ്റ ഇസഡ് ഉണ്ട്, ഇപ്പുറത്തെ ഡെൽറ്റ SF ഉണ്ട്. എന്നിട്ട് നമ്മൾ ഇതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. നമ്മൾ കൺസിഡർ ചെയ്തത് ചെറിയൊരു തിക്നെസ് ഓഫ് ഒരു സ്ട്രിപ്പാണ് എടുത്ത് കൺസിഡർ ചെയ്തത്. സോ അതിന് നമ്മളൊരു അത് ചെറിയതായതുകൊണ്ട് നമ്മളതിനെ വലുതാക്കാൻ വേണ്ടി ഇൻ്റഗ്രേറ്റ് ചെയ്യും. മൊത്തം തിക്നെസ് ഓഫ് ദ സോയിലിന് വേണ്ടി നമ്മളതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യും. രണ്ട് സൈഡും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ SF എന്നുള്ളത് SF ആവും. SF ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to H0 ആണ് ചെയ്യുന്നത്. കാരണം H0 ആണ് തിക്നെസ് ഓഫ് ദ സോയിൽ ലെയർ. സോ നമുക്ക് കിട്ടും MV ഡെൽറ്റ സിഗ്മ ഡാഷ് H0 എന്ന് കിട്ടും. ഓക്കെ, നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ. അപ്പോൾ ഇതാണ് നമ്മുടെ ജനറൽ ഇക്വേഷൻ യൂസിങ് ഏത് കോഎഫിഷ്യൻ്റ് ഓഫ് വോളിയം ചേഞ്ച്. ഓക്കെ, ഇത് നമുക്ക് ഇല്ല, സിലബസിൽ ഇപ്പോൾ ഇല്ല. ഓക്കെ, നമുക്ക് ഇനി രണ്ടാമത്തെ മെത്തേഡായിട്ടുള്ള വോയിഡ് റേഷ്യോ യൂസ് ചെയ്തിട്ടുള്ളതാണ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, സോ നമുക്ക് സെക്കൻഡ് മെത്തേഡ് നോക്കാം. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാൻ യൂസ് ചെയ്യേണ്ടതും ഇതേ ഇക്വേഷൻ തന്നെയാണ്. സോ നമുക്ക് അറിയാവുന്ന ഒരു ഇക്വേഷനാണ്. നമ്മൾ മറ്റേ ഹൈറ്റ് ഓഫ് സോളിഡ്സ് മെത്തേഡും അതുപോലെ തന്നെ വോയിഡ് റേഷ്യോ, ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ മെത്തേഡിനകത്ത് പറഞ്ഞ ആ ചേഞ്ച് ഇൻ വോയിഡ് റേഷ്യോ യൂസ് ചെയ്ത് വോയിഡ് റേഷ്യോ കണ്ടുപിടിച്ച മെത്തേഡിനകത്ത് നമ്മൾ പറഞ്ഞ അതേ ഇക്വേഷനാണ് ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഡെൽറ്റ H/H0 ഇസ് ഈക്വൽ ടു ഡെൽറ്റ E/1 + E. ഓക്കെ, 1 + E0 ഇടാം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഇത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇതിനകത്ത് ഡെൽറ്റ ഇ നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ സിഗ്മ ഡാഷ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്ലോട്ടില്ലേ ഗ്രാഫ്, അതിൽ നിന്ന് നമുക്ക് സുഖമായിട്ട് കിട്ടും. അതുപോലെ E0 എന്ന് പറയുന്നത് ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ആണ്. അതുപോലെ H0 എന്ന് പറയുന്നത് എന്താണ്? ഇനിഷ്യൽ തിക്നെസ് ഓഫ് ദ സോയിൽ ലെയർ ആണ്. പിന്നെ ആകെ അറിയാത്തത് ഡെൽറ്റ H ആണ്. ഈ ഡെൽറ്റ Hനെ നമുക്ക് SF ആയിട്ട് എടുക്കാം, അങ്ങോട്ട് സെറ്റിൽമെൻ്റ് ആയിട്ട് എടുക്കാം, ഫൈനൽ സെറ്റിൽമെൻ്റ് ആയിട്ട് എടുക്കാം. അങ്ങനെയാണ് ഇക്വേഷൻ ബിക്കംസ് SF ഈസ് ഈക്വൽ ടു H0 ഇൻറ്റു ഡെൽറ്റ E/1 + E0. ഓക്കെ, ഇതാണ് നമ്മുടെ ബേസിക് ഇക്വേഷൻ. പക്ഷേ നമുക്ക് ഈ ഇക്വേഷൻ ആക്ച്വലി യൂഷ്വൽ പ്രാക്ടീസിൽ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. ഈ ഡെൽറ്റ ഇ നമുക്ക് ഒന്ന് മാറ്റേണ്ടി വരും. ഇപ്പോൾ ഡെൽറ്റ ഇ എങ്ങനെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും? ഡെൽറ്റ ഇ ചേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്. കാരണം നോർമലി കൺസോൾട്ടേറ്റഡ് സോയിൽസിൻ്റെ കേസിൽ നമുക്ക് CC എന്ന ഒരു സംഭവമുണ്ട്. CC കംപ്രഷൻ ഇൻഡെക്സ്. അതിൻ്റെ ഇക്വേഷൻ എന്താണ്? ഓക്കെ, അപ്പോൾ നമുക്ക് CC എന്താണെന്ന് അറിയാം. കംപ്രഷൻ ഇൻഡെക്സ് എന്ന് പറയുന്നത് നമുക്ക് ആ ഗ്രാഫിൽ നിന്ന് കിട്ടുന്ന സ്ലോപ്പാണ്.
minus delta E divided by log sigma plus delta sigma divided by del sigma naught. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കംപ്രഷൻ ഇൻഡെക്സിൻ്റെ ഇക്വേഷൻ. റീകംപ്രഷൻ ഇൻഡെക്സ് ആണെങ്കിൽ മൈനസ് വരത്തില്ലെന്നേ ഉള്ളൂ, സോറി എക്സ്പാൻഷൻ ആണെങ്കിൽ മൈനസ് വരത്തില്ലെന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ നോർമലി കൺസോളിഡേറ്റഡ് സോയിൽസിൻ്റെ കേസിൽ സി ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഡെൽറ്റ ഇക്ക് ഇക്വേഷൻ കിട്ടും. ഡെൽറ്റ ഈസ് ഈക്വൽ ടു സി സി ഇൻറ്റു ലോഗ്, ഓക്കെ, ലോഗ് സിഗ്മ 0 പ്ലസ് ഡെൽറ്റ സിഗ്മ ഡിവൈഡ് ബൈ സിഗ്മ 0. അപ്പോൾ നമുക്ക് ഡെൽറ്റ ഇക്കുള്ള ഇക്വേഷനും കിട്ടി. ഈ ഡെൽറ്റ ഇക്ക് കിട്ടിയ ഇക്വേഷനെ എടുത്ത് നമ്മുടെ ആദ്യം കിട്ടിയ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ എസ് എഫ് ഇസ് ഈക്വൽ ടു എച്ച് നോട്ട് ഇൻറ്റു ഡെൽറ്റ ഇ ബൈ 1 പ്ലസ് ഇ ആയിരുന്നു. ആ ഡെൽറ്റ ഇക്ക് വരെ എന്ത് കൊടുക്കുക, സി സി ഇൻറ്റു ലോഗ് സിഗ്മ പ്ലസ് ഡെൽറ്റ സിഗ്മ ഡിവൈഡ് ബൈ സിഗ്മ ഡിവൈഡ് ബൈ 1 പ്ലസ് ഇ നോട്ട്. ഓക്കെ, ഇനി നമുക്ക് സി സി എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും? സി സി കണ്ടുപിടിക്കാൻ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ് അല്ലേ. കഴിഞ്ഞ ക്ലാസ്സിലാണെന്ന് തോന്നുന്നു സി സി അൺഡിസ്റ്റർബ്ഡ് ക്ലേയ്ക്കും അൺഡിസ്റ്റർബ്ഡ് സോയിലിനും രണ്ടായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 0.07 ഇൻറ്റു WL-10 എന്ന് പറഞ്ഞ ഒരു WL-7 സംതിങ് ലൈക്ക് ദാറ്റ് 2 ഇക്വേഷൻ ഞാൻ പറഞ്ഞിരുന്നു. ഓക്കെ, ആ സി സിയുടെ ഇക്വേഷൻ അൺഡിസ്റ്റർബ്ഡിനും 0.009 ഇൻറ്റു WL-10ഉം റീമോൾഡഡ് അല്ലെ ഡിസ്റ്റർബ്ഡിന് 0.007 ഇൻറ്റു WL-10ഉം ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ സി സി കണ്ടുപിടിക്കും. സി സി കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എച്ച് നോട്ട് ക്വസ്റ്റിനിൽ തരും, സിഗ്മയും അതുപോലെ തന്നെ ഇൻക്രിമെൻ്റൽ പ്രഷറും ഇനിഷ്യൽ പ്രഷറും ക്വസ്റ്റിനിൽ തരും. ഇ നോട്ട് കണ്ടുപിടിക്കാം, ഇനിഷ്യൽ വോയിഡ് റേഷ്യോ ആണ്. സോ അതിൽ നിന്ന് നമുക്ക് സെറ്റിൽമെൻറ്റ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ സെറ്റിൽമെൻറ്റ് ഓഫ് എ സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു സോയിൽ ലെയറിൻ്റെ ഫൈനൽ സെറ്റിൽമെൻറ്റ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, സോ ഇത് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും ചാപ്റ്ററിൽ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, ഇനിയെല്ലാം പ്രോബ്ലംസ് ആണ്. സോ പ്രോബ്ലംസ് നമുക്ക് കോമ്പാക്ഷനോടെ പഠിച്ചതിന് ശേഷം പഠിക്കാം, കോമ്പാക്ഷൻ കൺസോളിഡേഷനോടെ ഒന്നിച്ച് പഠിക്കാം. ഓക്കെ, സോ ഇന്നത്തോടെ ഈ കൺസോളിഡേഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്ക് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാണ്. സോ താങ്ക് യു.